ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഗുഡ് വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ചുണയൻ മക്കൾ എന്ന് പറയുന്ന ഇടുക്കിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫോളിന്റെ അരികിലാണ്. ഇവിടെ ഒത്തിരി ആളുകൾ വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് നിരന്തരം വരുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ ഈ മഴക്കാലമൊക്കെ കൊണ്ടിട്ട് ഇപ്പൊ വളരെ ഒഴുക്കുള്ള സമയമാണ്. ഇതിനു മുമ്പേക്ക് നേരത്തെ വന്നിരുന്ന ആളുകളൊക്കെ ഇതിന്റെ നടുഭാഗത്തിരുന്നിട്ട് ഫാമിലീസ് ഒക്കെ വന്നിട്ട് കുട്ടികളൊക്കെ ആയിട്ടൊക്കെ കുളിക്കുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ ഇപ്പോ ഒത്തിരി വെള്ളം നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആരും അതിലേക്ക് ഇറങ്ങുന്നില്ല. ധാരാളം ആളുകൾ, കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് എല്ലാം ഇവിടെ ധാരാളം ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഞാനും അഖിലും കൂടി രാവിലെ ഞങ്ങൾ ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുറെ വഴിയൊക്കെ തെറ്റി പോയെങ്കിലും തിരിച്ച് ഇവിടെ തന്നെ ഡെസ്റ്റിനേഷനിൽ തന്നെ വരാനായിട്ട് സാധിച്ചു. ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള പോത്തുപാറ ഗ്രാമത്തിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മൂന്നാർ പട്ടണത്തിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ അകലെയാണത്. മുതിരപ്പുഴ ആറിന് കുറുകെയുള്ള കല്ലാർകുട്ടി ഡാമിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ കുത്തിയൊഴുക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേര്യമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് കല്ലാർകുട്ടി ഡാം. ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവൽ പഞ്ചായത്തിലാണ് കല്ലാർകുട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്. ചുണയൻ മക്കൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രാമധ്യേ കാണുവാൻ സാധിക്കുന്ന കാഴ്ചകളാണ് ഇതൊക്കെയും. ഡാം തുറന്നിരിക്കുന്നതിനാൽ മുതിരപ്പുഴയിലെ വെള്ളത്തിൻ്റെ കുത്തിയൊഴുക്ക് കാണുവാൻ തന്നെ വളരെ മനോഹരമാണ്. യാത്രയിലുടനീളം പ്രകൃതിയുടെ മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. മലകളും പുഴകളും പച്ചപ്പും നിറഞ്ഞ പാതയോരങ്ങളും എല്ലാം നമുക്ക് ആസ്വാദനം വളരെയധികം നൽകുന്നതാണ്. വഴിമധ്യയിൽ കാണുവാൻ സാധിക്കുന്ന കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങൾ പോലെയുള്ള നീരൊഴുക്കുകളും നമ്മെ മനം കുളിർപ്പിക്കുന്നതാണ്. ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള പോത്തുപാറ ഗ്രാമത്തിലാണ് ചുണയൻ മക്കൾ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മൂന്നാർ പട്ടണത്തിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ അകലെയാണിത്. പച്ചപ്പ് നിറഞ്ഞ മലനിരകളാലും വനങ്ങളാലും തേയിലത്തോട്ടങ്ങളാലും ചുറ്റപ്പെട്ട ചുണയൻ മക്കൾ വെള്ളച്ചാട്ടം പ്രകൃതിയുടെ നടുവിൽ ഏകാന്തത ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണ്. ചുണയൻ മക്കൾ വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയിൽ മനോഹരമായ ഒരു ട്രെക്കിംഗ് ഉൾപ്പെടുന്നുണ്ട്. ഇത് ട്രെക്കിംഗ് പ്രേമികൾക്ക് അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ്. ചുണയൻ മക്കൾ വെള്ളച്ചാട്ടത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. മൂന്നാറിലെ അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് ചുണയൻ മക്കൾ വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഫോട്ടോഗ്രാഫിക്കും പിക്നിക്കിനും ധാരാളം അവസരങ്ങൾ നൽകുന്നതാണ്. മലയാളികളെ കൂടാതെ കേരളത്തിന് പുറത്തു നിന്നുള്ള ധാരാളം വിനോദസഞ്ചാരികളെ ഇവിടെ കാണുവാൻ സാധിച്ചു. എറണാകുളം ജില്ലയിൽ നിന്നും ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചുണയൻ മക്കൾ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഏകദേശ ദൂരം 119 കിലോമീറ്ററാണ്. ഏകദേശം 3.5 മണിക്കൂറോളം യാത്രയുണ്ട്. ചുണയൻ മക്കൾ വാട്ടർഫാൾസിലേക്ക് പ്രവേശിക്കുന്നതിന് യാതൊരുവിധ ഫീസും ഈടാക്കുന്നില്ല. എന്നാലും സിപ്പ് ലൈൻ സർവീസുകൾക്ക് ഫീസ് ഈടാക്കുന്നുണ്ട്.
അല്പം സാഹസികതയെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ സിപ്പ് ലൈൻ സർവീസുകളും ഉണ്ട്. മുതിരപ്പുഴയുടെ കുറുകെ സിപ്പ് ലൈൻ സർവീസുകൾ ധാരാളം ഇവിടെ അവൈലബിൾ ആണ്. ഒരാൾക്ക് 600 രൂപയോളമാണ് ഇവിടെ സിപ്പ് ലൈൻ സർവീസുകൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഈ സിപ്പ് ലൈൻ ഉപയോഗിക്കുന്നതിലൂടെ മുതിരപ്പുഴയുടെ ഭംഗിയും ചുനയൻമക്കൾ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിതയും ഉയരങ്ങളിൽ നിന്ന് ആസ്വദിക്കുവാൻ സാധിക്കും. ഇടുക്കി ജില്ലയിലെ രാജാക്കാടിനടുത്തുള്ള മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പൊന്മുടി ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇത് രാജാക്കാടിനടുത്തുള്ള പൊന്മുടി റിസർവോയറിന് അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു. പൊന്മുടി ഡാമിൻ്റെ നിർമ്മാണ സമയത്ത് ഈ തൂക്കുപാലത്തിലൂടെയാണ് ജീപ്പുകളിലും ട്രാക്ടറുകളിലും പണിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ എത്തിച്ചിരുന്നത് എന്ന് അറിയപ്പെടുന്നു. ഇപ്പോൾ ഈ പാലത്തിലൂടെ വാഹനസഞ്ചാരം സാധ്യമാണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം ആ പാലത്തിന് കുറുകെ ഇരുമ്പ് തണ്ടുകൾ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായി കാണപ്പെട്ടു. അവിടെ നിന്നും ഞങ്ങൾ പുറപ്പെട്ടത് പന്നിയാർകുട്ടി ഡാമിലേക്കാണ്, അഥവാ പൊന്മുടി ഡാം. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി ഗ്രാമത്തിലെ കൊന്നത്തടി പഞ്ചായത്തിൽ പെരിയാർ നദിയുടെ കൈവഴിയായ പന്നിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ച കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ് പൊന്മുടി അണക്കെട്ട്.
1963 ഒരു ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ EU ഫിലിപ്പോസാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. ഡാമിലെ കാഴ്ചകൾ കണ്ടുവന്നപ്പോൾ ഒരു കൗതുകമാർന്ന കാഴ്ച കാണുവാനിടയായി. ഈ ഡാമിനുള്ളിൽ ചൂണ്ടയിടുന്ന 2 ആളുകളെയാണ്. ഡാമിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ അവിടെ നിന്നും യാത്രയായി. റിപ്പിൾ വാട്ടർഫോൾസ് എന്ന് പറയുന്ന മറ്റൊരു വെള്ളച്ചാട്ടത്തിനരികത്തേക്കാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. മൂന്നാർ ബസ് സ്റ്റേഷനിൽ നിന്നും 19 മൈൽ അകലെയായി കാണുവാൻ കഴിയുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് റിപ്പിൾ വാട്ടർഫോൾസ്. മൂന്നാറിലെ റിപ്പിൾ വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ്. ഇടുക്കി വനം വകുപ്പിൻ്റെ പരിപാലനത്തിലുള്ള മനോഹരമായ മറ്റൊരു വെള്ളച്ചാട്ടമാണ് മൂന്നാറിലെ റിപ്പിൾ വാട്ടർഫോൾസ്. 2 വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിലൊന്ന് ഇവിടെ പാർക്ക് സമുച്ചയമാക്കി മാറ്റിയിരിക്കുന്നു. ഈ വെള്ളച്ചാട്ടങ്ങളോട് ചേർന്ന് തന്നെ നടപ്പാതകളും ഉദ്യാനങ്ങളും വേലിക്കെട്ടുകളും നിർമ്മിച്ചിട്ടുണ്ട്. 25 രൂപയാണ് ഒരാൾക്ക് ഇവിടേക്കുള്ള പ്രവേശന ഫീസ്. സുരക്ഷയ്ക്കായിട്ട് ഇവിടെ കമ്പിവേലികളും നടപ്പാതകളുമെല്ലാം വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു. ഇതെല്ലാം KTDCയുടെ കീഴിലാണ് വരുന്നത്. ഫോട്ടോ എല്ലാം എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇവിടെ മനോഹരമായ ഒരു സ്പോട്ടാണ്. ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി വളരെ സൗകര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. എങ്കിലും മൊബൈൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ മറ്റ് ക്യാമറകൾ ഇവിടേക്ക് അനുവദനീയമല്ല. അതിന് പ്രത്യേകം ഫീസ് ഈടാക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്ന വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് റിപ്പിൾ വാട്ടർഫോൾസ് ആണ്. ഇടുക്കി ജില്ലയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫോൾ ആണ്, വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. ഇടുക്കി ജില്ലയിലെ രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീരാമപുരം എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പോ ഈ വെള്ളച്ചാട്ടം നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോ മഴക്കാലം ആയതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടാണ് വെള്ളച്ചാട്ടം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. നിങ്ങൾ കാണുക, കണ്ടാസ്വദിക്കുക. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒത്തിരി ഫാമിലികളൊക്കെ ഈ സ്ഥലത്ത് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളും വരിക. ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണ്. ഇടുക്കി ജില്ലയിലെ രാജാക്കാടിലെ ശ്രീനാരായണപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ മനോഹരമായ വെള്ളച്ചാട്ടം കാണുവാൻ ധാരാളം വിനോദസഞ്ചാരികൾ അവിടെയും എത്തിയിരുന്നു.
ഗുഡ് ഡേ വ്ളോഗ്സിൻ്റെ മനോഹര കാഴ്ചകളും യാത്രകളും ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഞാൻ സിനൂപ് ദിവാകരൻ, ഗുഡ് ഡേ വ്ളോഗ്സ് സൈനിങ് ഔട്ട്.